പ്രിയ ശ്രോതാക്കളെ, ലോകം ഉറ്റുനോക്കിയ ഒരു നിർണായക സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവായതിന്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴും ഒരു ചോദ്യം നമ്മുടെയെല്ലാം മനസ്സിലുയരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധത്തിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ തന്ത്രപരമായ മേൽക്കൈ? സമീപ ദിവസങ്ങളിലുണ്ടായ സുപ്രധാന സംഭവവികാസങ്ങൾ നമുക്ക് വിശദമായി വിലയിരുത്താം. സൈനിക തന്ത്രങ്ങളിലും പ്രവർത്തനപരമായ ആസൂത്രണത്തിലും ഇസ്രായേൽ അസാധാരണമായ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. ശത്രുവിനെ നിഷ്ക്രിയമാക്കുന്നതിലും യുദ്ധാനന്തരം ആഗോള പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിലും അവർക്കുള്ള കഴിവ് ശ്രദ്ധേയമാണ്. ഇറാനെതിരെ അവർ നടത്തിയ സമീപകാല ഓപ്പറേഷനുകൾ ഈ തന്ത്രപരമായ മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് മൊസാദ് വർഷങ്ങളോളം ഇറാനകത്ത് ഒരു അതീവ സങ്കീർണമായ ചാരശൃംഖല രൂപീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇറാനിൽ ഒരു രഹസ്യ ഡ്രോൺ താവളം സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചു. ഈ താവളത്തിൽ നിന്ന് പ്രവർത്തിപ്പിച്ച ഡ്രോണുകളും ഇസ്രായേലി കമാൻഡോകളും ചേർന്ന് ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ, സർഫസ് ടു സർഫസ് മിസൈൽ യൂണിറ്റുകൾ, മിസൈലുകൾ നീക്കിക്കൊണ്ടിരുന്ന സൈനിക വാഹനവ്യൂഹങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ആക്രമിച്ചു. ഈ നടപടി ഒരു സാധാരണ ആക്രമണമായിരുന്നില്ല, മറിച്ച് ശത്രുവിന്റെ സംവേദനാത്മകവും പ്രതിരോധാത്മകവുമായ ശേഷികളെ ഇല്ലാതാക്കുന്ന സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് (SEAD) തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇത് ഇസ്രായേലി വ്യോമസേനയ്ക്ക് ഇറാൻ വ്യോമാതിർത്തിയിൽ സുരക്ഷിതമായി പ്രവേശിക്കാനും പ്രവർത്തിക്കാനും വഴിയൊരുക്കി. കൂടാതെ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ, അതായത് അവരുടെ റോക്കറ്റ് ഫോഴ്സിന്റെ ഉന്നത നേതൃത്വത്തെ ഇസ്രായേൽ ലക്ഷ്യമിട്ടു. ഭൂഗർഭ താവളത്തിൽ നടന്ന അവരുടെ അതീവ രഹസ്യമായ ഒരു യോഗം അതിസൂക്ഷ്മമായ ആക്രമണങ്ങളിലൂടെ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണത്തിൽ IRGCയുടെ ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഈ നടപടികൾ ഇറാനിയൻ മിസൈൽ, ഡ്രോൺ, വ്യോമപ്രതിരോധശേഷിയെ ഗുരുതരമായി ബാധിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഇത് ഇറാനെ സൈനികമായി ദുർബലപ്പെടുത്തിയെന്ന പ്രതീതി സൃഷ്ടിച്ചു. ഇസ്രായേലിനു നേരെ ഇറാൻ തൊടുത്തുവിട്ട 100-ലധികം ഡ്രോണുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നേടിയിരുന്നു. ഈ ഡ്രോണുകൾക്ക് ഇസ്രായേലിലെത്താൻ ഏകദേശം 5 മണിക്കൂറോളം സമയം വേണമായിരുന്നു. ഈ നിർണായക സമയം ഇസ്രായേൽ ഫലപ്രദമായി വിനിയോഗിച്ചു. ഇസ്രായേൽ പൗരന്മാർക്ക് നൽകിയിരുന്ന അഭയകേന്ദ്ര നിർദ്ദേശം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ IDF റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ വ്യോമാതിർത്തിക്ക് പുറത്തുവെച്ച് തന്നെ തകർക്കാൻ അവർക്ക് സാധിച്ചു. എന്നിരുന്നാലും ഏതാനും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുകയും നവാറ്റിം വ്യോമതാവളത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഈ മികച്ച പ്രതിരോധ തന്ത്രത്തിന് ഒരു സാമ്പത്തിക വെല്ലുവിളിയുണ്ട്. ഇറാനിയൻ ഷാഹിദ് ഡ്രോണുകൾക്ക് ഏകദേശം $20,000 വില വരുമ്പോൾ അവയെ തകർക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച AIM-120 മിസൈലുകൾക്ക് 2 മുതൽ 3 ദശലക്ഷം $, വരെ വിലയുണ്ട്. ഒരു F-16 ജെറ്റിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലുകൾ വില കുറഞ്ഞ ഒരു ഭീഷണിയെ നേരിടാൻ വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കുന്നു. ഇത് ഭാവിയിൽ ഇസ്രായേലിന് ഒരു സാമ്പത്തിക വെല്ലുവിളിയായി മാറിയേക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ തങ്ങളുടെ വിവരപ്രചാരണത്തിന് അനുകൂലമാക്കുന്നതിൽ ഇസ്രായേൽ പൂർണ്ണമായും വിജയിച്ചു. ഇറാനിയൻ ആക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ ഇസ്രായേൽ അതിജീവിച്ചു എന്ന സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു. അതേസമയം ഇറാനിൽ നിന്ന് പ്രതികാരം എന്ന മുറവിളിയല്ലാതെ കാര്യമായ സൈനിക തിരിച്ചടികളൊന്നും ഉണ്ടായില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിന് കാര്യമായ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഇറാനാകട്ടെ തങ്ങളുടെ പ്രതിരോധ നീക്കങ്ങളെയും ലക്ഷ്യങ്ങളെയും ന്യായീകരിക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ആക്രമണ പരമ്പരകൾക്കു പിന്നിൽ ഇസ്രായേലിന്റെ ഒരു വലിയ തന്ത്രമുണ്ട്. ഇറാൻ ആണവായുധശേഷി നേടുന്നതിനു മുമ്പ് അവരെ ദുർബലപ്പെടുത്തുക. ഒരു രാജ്യം ആണവായുധ ശക്തിയായി മാറിയാൽ അവരെ നേരിടുന്നത് കൂടുതൽ സങ്കീർണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ മുൻകൈയെടുക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ റൈസിംഗ് ലയൺ ഓപ്പറേഷൻ ആഴ്ചകളോളം തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇറാനുമായുള്ള സംഘർഷം ഇനിയും വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ, നിലവിൽ ഈ നിഴൽ യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികപരമായും നയതന്ത്രപരമായും വിവരങ്ങളുടെ പ്രചാരണത്തിലും വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു. എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതമാണ്. ഈ സംഭവവികാസങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും? ഒരു വലിയ യുദ്ധത്തിലേക്കാണോ അതോ ഒരു പുതിയ സമാധാനത്തിലേക്കാണോ ഇത് നയിക്കുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാനും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായി കാണാം. നന്ദി.